നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി തനി നാടൻ രീതിയിൽ തേങ്ങാക്കൊത്തൊക്കെ വറുത്തിട്ട നല്ല അടിപൊളി ഒരു ചിക്കൻ കറിയാണ്. ഈ ചിക്കൻ കറി ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പവുമാണ്. ഇത് ഒരു തവണ ചെയ്ത് നോക്കിയാൽ വീണ്ടും വീണ്ടും നമ്മൾ ചിക്കൻ വാങ്ങുമ്പോൾ ഈ കറി തന്നെ ചെയ്യും. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല റിച്ച് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് നമ്മുടെ റെസിപ്പിക്ക് തരുന്നത്. ഇത് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ചൂട് ചോറിൻ്റെയും കപ്പയുടെയും ഒക്കെ കൂടെ ബെസ്റ്റ് ഒരു കോമ്പിനേഷനാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 വലിയ സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, കറിവേപ്പില, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂൺ മുളക് പൊടി, 4 ടീസ്പൂൺ മല്ലിപ്പൊടി, 2.5 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയുമാണ് നമ്മുടെ ഈ നാടൻ ചിക്കൻ കറിക്ക് വേണ്ട സാധനങ്ങൾ. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇപ്പോൾ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ കുരുമുളക് കൂടുതലിടാം. ഇനി നമുക്ക് കറി റെഡിയാക്കാനായി ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചതച്ച് ചേർത്താൽ ഇതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലതുപോലെ നമ്മുടെ ഈ ഗ്രേവിയിൽ ഇറങ്ങും. ഇനി നമുക്കിത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സവാളയൊക്കെ നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിതൊന്ന് വഴറ്റണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വഴറ്റിയെടുക്കണേ. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. ഉപ്പ് കൂടെ ചേർത്ത് വഴറ്റിയാൽ നമ്മുടെ സവാളയൊക്കെ പെട്ടെന്നൊന്ന് വഴണ്ടു വരും. ഞാനിതിലേക്ക് ഒരു 2 പച്ചമുളക് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ മൊത്തത്തിൽ 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇത് അധികം എരിവില്ലാത്ത മുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 3 പച്ചമുളക് ചേർത്തത്. ഇപ്പം നമ്മുടെ സവാള നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും അതിലേക്ക് ഗരം മസാലയും ചിക്കൻ മസാലയും നമുക്ക് ചേർക്കണം. ഞാനിവിടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒരേ അളവാണ് എടുത്തിരിക്കുന്നത്. രണ്ടും ഏകദേശം 3.5-4 ടീസ്പൂൺ എടുത്ത് ചേർത്തിട്ടുണ്ട്. കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നോർമൽ ചില്ലി പൗഡർ ആണെങ്കിൽ ഒരു 2.5 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. അതിനുശേഷം നമുക്കിതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മുടെ ഈ മസാലയുടെയൊക്കെ പച്ച മണം പോകുന്നവരെ നമുക്കിന്ന് വഴറ്റണം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. സവാള വഴറ്റുമ്പോൾ നമ്മൾ ഓൾറെഡി കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും നമ്മൾ കുറച്ച് ഉപ്പേ ചേർക്കുന്നുള്ളേ. ഇനി ഇതൊക്കെ ഒന്ന് വഴന്നു വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ കുരുമുളക് പൊടിയും ചേർക്കാം. ഇതിലെ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ചിലർക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കുറച്ച് കൂടുതൽ ഇഷ്ടം. അപ്പോൾ കുരുമുളകിൻ്റെ അളവ് കൂട്ടി മുളക് പൊടിയുടെ അളവ് കുറയ്ക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
നമ്മുടെ മസാലകളൊക്കെ ഓൾറെഡി ഒന്ന് വഴണ്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയിരിക്കുകയാണ്. ഇതിലേക്കാണ് നമ്മൾ കായപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്തത്. ഇതെപ്പോഴും നമ്മൾ പൊടികളൊക്കെ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വാഷ് ചെയ്ത് കട്ട് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. ഞാൻ ഈ ചിക്കന് നല്ലതുപോലെ കട്ട് ചെയ്ത് വാഷ് ചെയ്തിട്ട് ഇതിൽ വെള്ളം പോകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും നാരങ്ങ നീരും ചേർത്തിട്ടാണ് ഞാനിത് മിക്സ് ചെയ്ത് വെച്ചിരുന്നത്. ഇപ്പം നിങ്ങൾ നാരങ്ങ നീര് ചേർക്കാണ്ടാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഈ കറിയിലേക്ക് ഒരല്പം നാരങ്ങ നീര് ചേർക്കാം കേട്ടോ. പിഴിഞ്ഞ് ചേർത്താൽ മതിയാവും. ഒരു ചെറിയ നാരങ്ങയുടെ പകുതി നാരങ്ങ നീര് ചേർത്താൽ മതിയാവും. അപ്പോൾ ഇത് നല്ലതുപോലെ വഴന്നു വന്ന ടൈമിൽ ഞാനിതിലേക്ക് വെള്ളം ചേർത്തിട്ടുണ്ട്. വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം നമുക്കിതിലേക്ക് ചേർക്കാം. ഇപ്പം ഞാനിവിടെ ഏകദേശം 2 കപ്പിന് മേലെ വെള്ളം ചേർത്തിട്ടുണ്ട്. ചൂടുവെള്ളം വേണം നമ്മളിതിലേക്ക് ചേർക്കാൻ. തണുത്ത വെള്ളം ചേർത്തല്ല നമ്മൾ ഈ ചിക്കൻ വേവിക്കുന്നത്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. അങ്ങനെ ചെയ്താൽ തന്നെ നമ്മുടെ ചിക്കൻ കറിയുടെ ടേസ്റ്റേ മാറിപ്പോവും. ചിക്കനൊക്കെ ആദ്യം നല്ലതുപോലെ വഴണ്ട് വന്ന ടൈമിൽ വേണം നമ്മൾ ഈ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്കിതൊരു ഹൈ ഫ്ലെയിമിലിട്ട് ഈ ചിക്കനൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂടി വെച്ച് ഇതൊന്ന് കവർ ചെയ്ത് വേവിക്കുകയാണേ. ഇതിപ്പോൾ ഏകദേശം ഒരു 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ ഒരല്പം കൂടെ ചേർക്കാമേ. ഇനി നമുക്ക് വീണ്ടും ഇത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്. ഈ ചിക്കനൊക്കെ ആവശ്യത്തിന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്രേവി കുറച്ച് കൂടുതലുണ്ടെങ്കിൽ തുറന്ന് വെച്ച് തന്നെ നമുക്ക് ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കാക്കി എടുക്കണം. പിന്നീട് മൂടി വെച്ച് നമ്മൾ വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് പൊടിഞ്ഞു പോവും. അപ്പോൾ ചിക്കൻ നല്ലതുപോലെ വെന്ത് കഴിഞ്ഞാൽ ഗ്രേവി കൂടുതലാണെങ്കിൽ പിന്നെ നമ്മളിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാൻ. അപ്പോൾ നമുക്ക് ചിക്കൻ ഒരുപാട് വെന്തും പിന്നെ പോവില്ല, ഗ്രേവി പെട്ടെന്ന് വറ്റി കിട്ടുകയും ചെയ്യും. നമുക്കിതിൽ ഒരുപാട് വെള്ളം പോലെയുള്ള ഗ്രേവി അല്ല ചെയ്തെടുക്കുന്നത്. ആവശ്യത്തിന് തിക്കാക്കിയാണ് നമ്മളിതെടുക്കുന്നത്. ഇനി ഇതിലേക്ക് താളിക്കാനായിട്ട് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചുവന്നുള്ളിയോ സവാളയോ അരിഞ്ഞതും വേണം. ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് എടുത്ത് തേങ്ങാക്കൊത്തും വറുത്ത് ചേർക്കുന്നുണ്ട്. ഈ തേങ്ങാക്കൊത്താണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ടേസ്റ്റ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചത് ചൂടാക്കി ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ തേങ്ങാക്കൊത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിത് നല്ല വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തെടുക്കാം. കരിഞ്ഞു പോകാൻ പാടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള വഴറ്റുന്ന കൂടെ തന്നെ ഈ തേങ്ങാക്കൊത്തും ഇട്ട് വഴറ്റി കറി റെഡിയാക്കാം. പക്ഷെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഇതിൽ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇതാണ് അതിൻ്റെ പരുവം. നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ പാനിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് അതേ എണ്ണയിലേക്ക് തന്നെ കടുക് താളിക്കാം. എന്തായാലും എണ്ണ നല്ല ചൂടായി തന്നെ ഇരിക്കുകയാണ്. നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. നല്ല ചൂടായ എണ്ണ ആയതുകൊണ്ട് കടുകൊക്കെ പെട്ടെന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ചേർക്കാം. അതിനോടൊപ്പം തന്നെ
നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൽ കടുക് താളിക്കുമ്പോൾ നിറയെ കറിവേപ്പില ചേർക്കണം. അതൊരു മെയിനായിട്ടുള്ള പോയിൻ്റാണ് കേട്ടോ. നമ്മൾ ലാസ്റ്റിൽ കറിവേപ്പില ചേർക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തോ ഞെരടിയോ ചേർക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലതുപോലെ ഇറങ്ങും. ഇപ്പം നമ്മളിതൊക്കെ ഒന്ന് വഴറ്റി ഈ സവാളയൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ റെഡി ആയിരിക്കുന്ന ചിക്കനിലേക്ക് നമുക്ക് ആദ്യമേ വറുത്ത് വെച്ച തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ താളിച്ചു വെച്ചിരിക്കുന്ന കടുകും വറ്റൽമുളകും കറിവേപ്പിലയും സവാളയും കൂടെയുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ മിക്സ് ചെയ്യാൻ പാടില്ല. ചേർത്ത ഉടനെ തന്നെ നമുക്കിത് ഒന്ന് മൂടി വെക്കണം. ഇങ്ങനെ ഒന്ന് മൂടി ഒരു 5 മിനിറ്റ് നമ്മൾ വെക്കണം. 5 മിനിറ്റിന് ശേഷം നമുക്കിത് തുറക്കാം. ഇപ്പോൾ നമ്മൾ ഈ താളിച്ച് ചേർത്ത സാധനങ്ങളുടെ എല്ലാം ഫ്ലേവർ നല്ലതുപോലെ ഈ കറിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇല്ല നമ്മൾ കടുക് നേരെ താളിച്ചിട്ട് അപ്പം തന്നെ നമ്മളത് മിക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ താളിച്ചതിൻ്റെ ഫ്ലേവേഴ്സ് ഒന്നും ഇതിൽ ഇറങ്ങില്ല. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയി കഴിഞ്ഞു. ചിക്കനൊക്കെ ആവശ്യത്തിന് വെന്ത് ചാറൊക്കെ നല്ലതുപോലെ കുറുകി നല്ല കടിക്കാൻ പരുവത്തിന് വറുത്തിട്ട തേങ്ങാക്കൊത്തും കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ കൂടെ നല്ല അടിപൊളിയായിട്ട് നല്ല റിച്ച് ആയിട്ടുള്ളൊരു ചിക്കൻ കറി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ലൈക്ക് ചെയ്യാൻ പറയണേ. താങ്ക്